അങ്ങനെ ഐതിഹാസികമായ വിദ്യാർത്ഥി സമരത്തിനൊടുവിൽ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കുറഞ്ഞ ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ല എന്ന CJPയുടെ നിലപാട് തന്നെ വിജയിച്ചു. टेक्नोलॉजी एक्सपर्ट श्रीमान नंदन नीलेकनी जी के नेतृत्व में പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങൾക്കായി നന്ദൻ നിലേകനി അധ്യക്ഷനായ ഒരു ഉന്നതാധികാര സമിതിയെ സർക്കാർ നിയോഗിച്ചു. പക്ഷെ നന്ദൻ നിലേകനിയെ പോലെ ഒരു ടെക്നോക്രാറ്റിന് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണോ CJP മുന്നോട്ട് വെച്ചത്? പരീക്ഷാ നടത്തിപ്പിന്റെ ചുമതലക്കാരെ മാറ്റുകയോ സാങ്കേതിക സുരക്ഷ ഉറപ്പുവരുത്തുകയോ ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ? ഇല്ല എന്നാണ് ഉത്തരം. നീറ്റ് ആവശ്യപ്പെടുന്നത് സാങ്കേതിക പരിഹാരമല്ല, മറിച്ച് ഭരണഘടനാപരമായ പരിഹാരമാണ്. വിദ്യാഭ്യാസം എന്നത് കൺകറന്റ് ലിസ്റ്റിനാണ്, അതായത് യൂണിയൻ ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും അധികാരമുള്ള മേഖല. മെഡിക്കൽ പ്രവേശനം അടക്കം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള പ്രധാന പരീക്ഷകൾ നടത്താനുള്ള സമ്പൂർണമായ അധികാരം കേന്ദ്ര സർക്കാർ കൈയടക്കി വെച്ചിരിക്കുന്നു എന്നതാണ് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും കാതലായ പ്രശ്നം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നീറ്റ് പോലുള്ള പരീക്ഷകൾ ഫെഡറൽ തത്വങ്ങളുടെ തന്നെ ലംഘനമാണ്. അത് നന്ദൻ നിലേകനിയെ പോലെ ഒരു ടെക്നോക്രാറ്റിന് പരിഹരിക്കാവുന്നതല്ല. CJPയുടെ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ച എല്ലാവരുടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ മോദി അനുകൂലികൾ ഓടി നടന്ന് വിതറിയ ഒരു ക്യാപ്സ്യൂൾ ഉണ്ട്. കേരളത്തിലെ PSC പരീക്ഷാ ക്രമക്കേടിനെതിരെ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിപ്പുറമുള്ള ഡാറ്റ പരിശോധിച്ചാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ PSC നിയമനം നടന്ന സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് ഏത് പോസ്റ്റിലേക്ക് എപ്പോൾ നടന്ന PSC പരീക്ഷയുടെ കാര്യമാണ് എന്നൊന്നും ഈ ക്യാപ്സ്യൂളിൽ തെളിച്ചു പറയില്ല. അങ്ങനെ പറഞ്ഞാൽ ഈ ക്യാപ്സ്യൂൾ പൊളിയും എന്നവർക്കറിയാം. 22 ലക്ഷത്തിലേറെ കുട്ടികൾ എഴുതുന്ന നീറ്റ് പരീക്ഷയുമായി താരതമ്യം ചെയ്യാൻ പോലും ആവില്ല ഒരു സംസ്ഥാനത്തെ പരീക്ഷ. വിവിധ സംസ്ഥാന സർക്കാരുകൾ നടത്തിയിട്ടുള്ള പരീക്ഷകളിൽ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ലേ? തീർച്ചയായും ഉണ്ട്. പക്ഷെ അവയുടെ വ്യാപ്തിയും ആഘാതവും നീറ്റ് പരീക്ഷയുമായി തട്ടിച്ചു നോക്കുമ്പോൾ താരതമ്യേന ചെറുതാണ്. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ ഫെഡറൽ അധികാരങ്ങൾ കേന്ദ്ര സർക്കാർ കവർന്നെടുക്കുന്ന രാഷ്ട്രീയ പ്രശ്നം ഉടലെടുക്കുന്നത്. രാജ്യത്ത് എവിടെയെങ്കിലും ഒരൊറ്റ കേന്ദ്രത്തിൽ ചോദ്യപേപ്പർ ചോർന്നാൽ 22 ലക്ഷത്തോളം കുട്ടികളുടെ പരീക്ഷ റദ്ദാക്കപ്പെടുന്നു. വർഷങ്ങളുടെ കഠിനാധ്വാനം ഒരൊറ്റ ദിവസത്തെ ഭാഗ്യപരീക്ഷണമായി. ഒരിക്കൽ കൂടി അതേ സമ്മർദ്ദത്തിലൂടെ കടന്നു പോകേണ്ടി വരിക എന്നത് ചിന്തിക്കാൻ പോലുമാകാതെ കുട്ടികൾ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു. നീറ്റ് പരീക്ഷ റദ്ദാക്കിയ മെയ് 12 മുതൽ പുനഃപരീക്ഷ നടത്തിയ ജൂൺ 21 വരെയുള്ള 5 ആഴ്ചകൾക്കിടെ ആത്മഹത്യ ചെയ്തത് 12 വിദ്യാർത്ഥികളാണ്. 2013 നീറ്റ് പരീക്ഷ തുടങ്ങിയത്. അതുവരെ നിലവിലുണ്ടായിരുന്നത് വലിയൊരു പരിധിവരെ വികേന്ദ്രീകൃതമായ പ്രവേശന പരീക്ഷാ സമ്പ്രദായമായിരുന്നു. CBSE ആയിരുന്നു രാജ്യത്തെ മെഡിക്കൽ പ്രവേശന പരീക്ഷ മുഴുവനായും നിയന്ത്രിച്ചിരുന്നത്. സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലുള്ള മെഡിക്കൽ കോളേജുകളിലെ 15% സീറ്റുകളിൽ അഡ്മിഷൻ നൽകിയിരുന്നത് ഈ പരീക്ഷയിലെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. ബാക്കി 85% സീറ്റുകളിലേക്ക് അതാത് സംസ്ഥാനങ്ങൾക്ക് തന്നെ സ്വതന്ത്രമായി പരീക്ഷകൾ നടത്തി അഡ്മിഷൻ നൽകാം. ഇക്കാലത്ത് ഓരോ സ്ഥാപനത്തിലെയും അഡ്മിഷനായി വിദ്യാർത്ഥികൾ പ്രത്യേകം പ്രവേശന പരീക്ഷകൾ എഴുതണമായിരുന്നു. ഇക്കാലയളവിലും ചോദ്യപേപ്പർ ചോർച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിന്റെ ആഘാതം ഇത്ര വലുതായിരുന്നില്ല. വികേന്ദ്രീകൃതമായതുകൊണ്ട് തന്നെ ബാധിക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം താരതമ്യേന കുറവായിരുന്നു. 2017 നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രൂപീകരിച്ചതോടെ പരീക്ഷ നടത്തിപ്പിന്റെ ഉത്തരവാദിത്തം CBSEയിൽ നിന്നും NTA ഏറ്റെടുത്തു. ഭരണഘടനയനുസരിച്ച് വിദ്യാഭ്യാസം ഇപ്പോഴും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഒരുപോലെ അധികാരമുള്ള കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയമാണ്. എന്നിരുന്നാലും കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി പ്രവേശന പരീക്ഷകൾ ഒരൊറ്റ ഏജൻസിയുടെ കീഴിൽ അതിവേഗം കേന്ദ്രീകരിക്കപ്പെട്ടു. ഇത്തരത്തിൽ ഏകീകൃതമായ ഒരു ദേശീയ പരീക്ഷയ്ക്ക് ഇന്ത്യയിലെ വിദ്യാഭ്യാസപരമായ അസമത്വങ്ങളെ പരിഗണിക്കാൻ കഴിയില്ലെന്ന് തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ ആവർത്തിച്ച് വാദിച്ചിരുന്നു. എന്നാൽ ഈ ആശങ്കകളൊന്നും ഗൗനിക്കാതെ നീറ്റ് പരീക്ഷയുടെ ആകെ ഉത്തരവാദിത്തം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നൽകുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത്. കേന്ദ്രീകൃത പ്രവേശന പരീക്ഷാ സംവിധാനത്തിലുണ്ടാകുന്ന ചെറിയ ക്രമക്കേടുകൾ പോലും ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ്. മെഡിക്കൽ പ്രവേശന പരീക്ഷയിലൂടെ ചോദ്യപേപ്പർ ചോർച്ചകൾ മാത്രം പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് 2004 മുതൽ 2026 വരെ വിവിധ സംസ്ഥാനങ്ങളിലും ദേശീയ തലത്തിലുമായി 20 തവണയോളം മെഡിക്കൽ പ്രവേശന പരീക്ഷയിലൂടെ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്. ഇതിൽ 13 തവണയും ചോർന്നിരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിലെ പരീക്ഷകളിലാണ്. എന്നാൽ സംസ്ഥാന തലങ്ങളിലെ ചോർച്ചകളിൽ ബാധിക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം താരതമ്യേന ചെറുതാണ്. നീറ്റ് പരീക്ഷയ്ക്ക് മുൻപ് സംസ്ഥാനങ്ങളിൽ നടന്നിരുന്ന മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ കണക്കുകളിൽ ഇത് കുറച്ചുകൂടി വ്യക്തമാകും. 2011 ഛത്തീസ്ഗഡിൽ മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നിരുന്നു. ഈ പരീക്ഷ എഴുതിയത് ആകെ 20,000 വിദ്യാർത്ഥികളായിരുന്നു. എന്നാൽ ഇതേ പരീക്ഷയുടെ പുതിയ വകഭേദമായ നീറ്റിലെ ചോദ്യപേപ്പർ ചോർച്ച ബാധിച്ചത് ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയാണ്. നീറ്റ് പരീക്ഷ സംവിധാനത്തെ കുറിച്ച് പഠിക്കാനായി തമിഴ്നാട് സർക്കാർ 2021 ജൂണിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് AK രാജനായിരുന്നു കമ്മിറ്റിയുടെ അധ്യക്ഷൻ.
നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് മെഡിക്കൽ പ്രവേശന രംഗത്ത് സാമൂഹ്യ നീതിയെ തകർക്കുകയും വലിയ രീതിയിലുള്ള സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഈ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. വലിയ തുക ചെലവഴിച്ച് സ്വകാര്യ കോച്ചിങ്ങിന് ചേരാൻ ശേഷിയുള്ള ധനികരും നഗരപ്രദേശങ്ങളിലുള്ളവരുമായ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് കേന്ദ്രീകൃത പ്രവേശന പരീക്ഷ കൂടുതൽ പ്രയോജനം ചെയ്യുന്നതെന്ന് ജസ്റ്റിസ് രാജൻ അധ്യക്ഷനായ കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. ഗ്രാമീണ മേഖലകളിൽ നിന്നുള്ളവരെയും സർക്കാർ സ്കൂളുകളിലും തമിഴ് മീഡിയത്തിലും പഠിച്ച വിദ്യാർത്ഥികളെയും ഈ സമ്പ്രദായം വ്യവസ്ഥാപിതമായി പാർശ്വവൽക്കരിച്ചിരിക്കുകയാണ്. ഇത് ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യ അവസരം എന്ന തത്വത്തിന്റെ ലംഘനമാണെന്നും മെഡിക്കൽ പ്രവേശനം സാധാരണക്കാരന് അപ്രാപ്യമാകുന്നുവെന്നും കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. 2019-20 അധ്യയന വർഷത്തിൽ തമിഴ്നാട്ടിൽ മെഡിക്കൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികളിൽ 99% പേരും സ്വകാര്യ കോച്ചിങ് നേടിയവരാണെന്ന് റിപ്പോർട്ട് പറയുന്നു. ഇത് സമഗ്രമായ പഠനത്തിന് പകരം വിദ്യാർത്ഥികളെ വെറും മാർക്ക് നേടുന്ന യന്ത്രങ്ങൾ മാത്രമാക്കി മാറ്റുകയാണെന്നാണ് കമ്മിറ്റിയുടെ വിശകലനം. മാത്രമല്ല, CBSE സിലബസിൽ പഠിച്ച് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾ വെറും 0.11% നിന്ന് 27% ഉയർന്നു. മറുവശത്ത് തമിഴ് മീഡിയം വിദ്യാർത്ഥികളുടെ അനുപാതം ശരാശരി 14.44% നിന്നും വെറും 1.7% കുത്തനെ ഇടിയുകയും ചെയ്തു. CBSE സിലബസ് അധികവും പഠിപ്പിക്കുന്നത് സ്വകാര്യ സ്കൂളുകളാണ്. ഇത്തരം സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ ശേഷിയുള്ളവർക്കാണ് നീറ്റ് പരീക്ഷ കൂടുതൽ ഗുണം ചെയ്യുന്നത്. ഈ അസമത്വങ്ങൾ പരിഹരിക്കുന്നതിനായി മെഡിക്കൽ പ്രവേശന മാനദണ്ഡത്തിൽ നിന്നും നീറ്റ് ഒഴിവാക്കാനും ഹയർ സെക്കൻഡറി മാർക്കിന്റെ മാത്രം അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്താനും അടിയന്തര നിയമനിർമ്മാണം നടത്തണമെന്ന് ജസ്റ്റിസ് AK രാജൻ കമ്മിറ്റി തമിഴ്നാട് സർക്കാരിനോട് ശുപാർശ ചെയ്തു. നീറ്റ് പരീക്ഷ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ ഭരണ പാർട്ടിയുടെ ഉപകരണമായി മാറ്റിയതാണ് നമ്മൾ കണ്ടത്. ഉത്തരാഖണ്ഡിൽ നിന്നുള്ള പ്രൊഫസർ പ്രദീപ് കുമാർ ജോഷിയാണ് NTA ചെയർപേഴ്സൺ. മുതിർന്ന BJP നേതാക്കളായ മുരളി മനോഹർ ജോഷി, അടൽ ബിഹാരി വാജ്പേയി എന്നിവരുമായി അടുത്ത ബന്ധമുള്ളയാളാണ് പ്രദീപ് കുമാർ ജോഷി എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. 2006 മുതൽ 2011 വരെ മധ്യപ്രദേശ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനായിരുന്ന ഇദ്ദേഹം പിന്നീട് ഛത്തീസ്ഗഡ് PSCയുടെ തലവനായി പ്രവർത്തിച്ചിട്ടുണ്ട്. RSSന്റെ ശുപാർശയെ തുടർന്നാണ് 2006-ൽ ജോഷി മധ്യപ്രദേശ് PSC ചെയർമാനായി നിയമിതനായതെന്ന് വിവരാവകാശ പ്രവർത്തകനായ അജയ് ദുബെ ആരോപിച്ചിട്ടുണ്ട്. വിവരാവകാശ നിയമം വഴി ലഭിച്ച രേഖകൾ പരിശോധിച്ചപ്പോഴാണ് അജയ് ദുബെ ഇക്കാര്യം പറഞ്ഞത്. കൂടാതെ 2009-ൽ പ്രദീപ് കുമാർ ജോഷി മധ്യപ്രദേശ് PSC അധ്യക്ഷനായിരിക്കെ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ നിയമനത്തിൽ വലിയ ക്രമക്കേടുകൾ ആരോപിക്കപ്പെടുകയും വിഷയം മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും ചെയ്തിരുന്നു. നീറ്റ് അടക്കമുള്ള കേന്ദ്രീകൃത പരീക്ഷകളിൽ ഘടനാപരമായ അഴിച്ചുപണി ആവശ്യമാണ്. നീറ്റ് പോലുള്ള പരീക്ഷകൾ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുന്നു എന്നത് ഭരണഘടനാപരമായ പ്രശ്നമാണ്. കുറെ കൂടി ആഴത്തിലുള്ള പരിഹാരമാണ് ഇത് ആവശ്യപ്പെടുന്നത്. ഒരു മന്ത്രിയുടെ രാജി കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല, ആത്മഹത്യകൾ തടയാനുമാകില്ല.